കഴിയുന്ന കാര്യം ആരതിയോട് സംസാരിച്ചോ? ഇന്ന് ഡിസ്ചാർജ് മെമ്മോ ഫയൽ ചെയ്യോ? ഇനി വാദിക്കണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. കോടതി ഡിസ്ചാർജ് മെമ്മോ സ്വീകരിച്ച് പുതിയ വക്കീലിനെ വയ്ക്കാൻ അനുമതി നൽകിയതിനു ശേഷം മാത്രമേ എനിക്ക് കേസ് ഏറ്റെടുക്കാൻ സാധിക്കൂ. അർച്ചനെ മാത്രമേ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുള്ളൂ. കുട്ടിക്ക് വേണ്ടി ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്തായാലും അർച്ചന കോടതിയിലെത്തട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾക്ക് ആരുടെ കൂടെ പോകണം? നിങ്ങളുടെ ഭർത്താവ് സച്ചിയുടെയോ അതോ ഗൂഗിളിന്റെ കൂടെയോ? അമ്മ ഇതൊന്ന് നോക്കിയേ. എനിക്ക് ഓണത്തിനിടാനുള്ള പൂക്കളത്തിന്റെ ഡിസൈനാ. എങ്ങനെയുണ്ട് അമ്മേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അമ്മേ, ഈ മാവേലി എപ്പോഴാ വരുന്നേ? പൂക്കൾ ഇടുമ്പോ വരോ അതോ പിന്നെയാണോ വരുന്നേ? മാവേലി വരാനല്ലേ നമ്മൾ പൂക്കൾ ഇടുന്നേ. ആണോ? അമ്മേ, ഈ ഓണത്തിന് എനിക്കും അമ്മയ്ക്കും ഒരേപോലുള്ള ഡ്രസ് വേണം. ഈ പൂക്കളത്തിന്റെ ഡിസൈനുള്ള ഡ്രസ്. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി വേണം പൂക്കളയിടാൻ. അച്ഛാ, ഞാൻ വരച്ച പൂക്കളാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നന്നായിട്ടുണ്ട് മോളെ. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോന്നേ? അത് പിന്നെ ഒരു അത്യാവശ്യത്തിന്. എന്തത്യാവശ്യം? അതൊക്കെ ഉണ്ട്. അമ്മേ, പോയിട്ട് വേഗം വരണം. എനിക്ക് ഇനിയും കുറെ പ്ലാൻസ് ഉണ്ട്. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അമ്മ പോണ്ട, അച്ഛൻ മാത്രം പോയാ മതി. അയ്യോ, അത് പറ്റില്ല മോളെ. അമ്മയും കൂടി പോയേ പറ്റൂ. അതെന്താ? അത് അത്രയ്ക്കും പ്രധാനപ്പെട്ടൊരു കാര്യമാ. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം മോളെ. അതെന്താ അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം? അമ്മേ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. മോളെ ശ്രദ്ധിച്ചേക്കണേ. നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? എവിടെ പോയാലും വേണ്ടില്ല, ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് എത്തണം. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടോ, സമയം വൈകി, നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. അമ്മ പോയിട്ട് വരട്ടോ.
അമ്മേ, ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അയാളുടെ കൂടെ അർച്ചന ഇപ്പൊ വരും. അപ്പൊ ഗൗരിമോളോ അവളെ കൊണ്ടുവരില്ലേ? ഇല്ല, മോൾക്ക് ലീവ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വക്കീല് പറഞ്ഞത്. അർച്ചനെ കാണുമ്പോ അവളുടെ അടുത്തേക്ക് ഓടിപ്പോവാനോ ബഹളം വയ്ക്കാനോ കരയാനോ ഒന്നും പാടില്ല. കോടതിയുടെ തീരുമാനം എന്താണെന്ന് അറിയുന്നതുവരെ എല്ലാ സങ്കടങ്ങളും നിയന്ത്രിച്ച് തന്നെ നിൽക്കണം. ഇല്ല മോനെ, അമ്മ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. എല്ലാം സഹിച്ച് അമ്മ നിന്നോളാം. അമ്മ ഇറങ്ങ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്മേ, മോളെ, ഞാൻ രാവിലെ മോളെ 1-2 വട്ടം വിളിച്ചായിരുന്നു. മോളെന്താ ഫോൺ എടുക്കാത്തെ? അത് പിന്നെ ഞാൻ കോടതിയിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു. അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മയുടെ കാര്യങ്ങളൊക്കെ മോൾക്ക് അറിയാലോ. എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാ മതി. ഞാൻ പറഞ്ഞേക്കാം, അമ്മ മറന്നുപോയോ? ഇല്ല മോനെ, മറന്നിട്ടല്ല. ആരതി മോളോടല്ലേ, ഇവൾക്ക് അറിയാത്തതല്ലല്ലോ ഒന്നും. അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. അമ്മ വന്നേ, വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ മാഡം, ഇതാണ് എൻ്റെ അമ്മ. അമ്മേ, ഇത് അഡ്വക്കേറ്റ് ഷീല മാഡം. സച്ചി, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. ആ, അതേതാ മോളെ ആ വക്കീല്? അവരെന്തിനാ സച്ചിയോട് സംസാരിക്കുന്നത്? മോളല്ലേ കേസ് വാദിക്കുന്നത്, പിന്നെ ആ വക്കീലിന്റെ കൂടെ അവൻ എങ്ങോട്ടാ പോകുന്നത്? എന്തായാലും ഇന്ന് കേസ് വാദിക്കുന്നത് ഞാൻ തന്നെ അമ്മേ. നമ്മൾ ജയിക്കോ മോളെ? എന്റെ അച്ഛനെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടുമോ? അമ്മ വിഷമിക്കാതിരിക്കെ. കോടതി നമുക്ക് അനുകൂലമായ തീരുമാനം തന്നെ എടുക്കുന്ന എന്റെ പ്രതീക്ഷ. ഈശ്വര, എന്തായി സച്ചി, എന്താണ് തീരുമാനം? വക്കാലത്ത് ഒഴിയുന്ന കാര്യം ആരതിയോട് സംസാരിച്ചോ? ഇന്ന് ഡിസ്ചാർജ് മെമ്മോ ഫയൽ ചെയ്യോ? ഇനി വാദിക്കണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. കോടതി ഡിസ്ചാർജ് മെമ്മോ സ്വീകരിച്ച് പുതിയ വക്കീലിനെ വയ്ക്കാൻ അനുമതി നൽകിയതിനു ശേഷം മാത്രമേ എനിക്ക് കേസ് ഏറ്റെടുക്കാൻ സാധിക്കൂ. ഇപ്പൊ തന്നെ സച്ചി അഡ്വക്കേറ്റ് ആരതിയോട് ഇക്കാര്യം സംസാരിക്കണം. പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ള കാര്യമുണ്ടല്ലോ, അത് വിട്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. മാഡം പറഞ്ഞതുപോലെ ആരതി വക്കീലിനെ കൊണ്ട് ഡിസ്ചാർജ് മെമ്മോ ഇന്ന് തന്നെ ഞാൻ സമർപ്പിക്കാം. അപ്പൊ പിന്നെ എനിക്ക് കേസ് ഏറ്റെടുക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല.